ചാനലുകാർ വന്നിട്ടുണ്ട്. ചാനലുകാർ വന്നോ? ഓ, ഈ ചാനലുകാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അവരിവിടെയും വന്നോ? താൻ വയ്ക്കോ, അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ശരി 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 ശരി. ക്യാമറ കൊണ്ടുവന്നില്ലേ? ക്യാമറയൊക്കെ ഉള്ളിലുണ്ട്. എന്തായി സാർ കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ്. സാറ് പറഞ്ഞിട്ടാ ഞാൻ ഈ ലൈവ് സെറ്റപ്പുമായി കാട്ടി വന്ന് നിൽക്കുന്നത്. ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നതെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. എന്തെങ്കിലും നടക്കുമല്ലോ സാറേ? നടക്കുമെന്ന് നിങ്ങൾ ധൈര്യമായിട്ട് ലൈവ് തുടങ്ങിയോ. എന്റെ ഐഡിയാസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ കൂടി വരാനുണ്ട്. നിങ്ങൾ തുടങ്ങിക്കോ. എന്നാ ശരി സാർ. പിന്നെ അതെ, എന്നെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തേക്കണം കേട്ടാ. അത് ഞാൻ ഏറ്റു സാർ. ഓക്കെ ഓക്കെ. കോൺസ്റ്റബിൾ കം. രണ്ടു ചെറുപ്പക്കാരാണ് ഇവിടുത്തെ ഈ ദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരു വലിയ മുതല അവിടെ വെള്ളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആ ദ്വീപിലെ ഒരു മരത്തിൽ കയറിയിരുന്ന് സ്വന്തം ജീവന് വേണ്ടി വിധിയുമായി മല്ലിടുകയാണ് അവർ. ആരൊക്കെയാണ് അവിടെ അപകടത്തിൽ പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവർ അവിടെ എത്തിയത്? സുജി, അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. ദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നതിൽ ഒരാൾ സ്ത്രീയും മറ്റേത് പുരുഷനുമാണ്. ഫോറസ്റ്റിന്റെ ഓൾഡ് ഗസ്റ്റ് ഹൗസിലെ ഗാർഡ്സ് മീൻ പിടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ചങ്ങാടമാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ ഉപയോഗിച്ച ചങ്ങാടത്തിന്റെ അവശിഷ്ടങ്ങൾ അക്കരെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് കിട്ടിയതായി SI അറിയിച്ചിട്ടുണ്ട്. സുജി, അപകടത്തിൽപ്പെട്ടവരുടെ വിഷ്വൽസ് നമുക്ക് ലഭ്യമാകാൻ സാധിക്കുമോ? തീർച്ചയായും സുജി. ഈ കായലിന് ഏതാണ്ട് മധ്യത്തിലായി കാണുന്ന ദ്വീപിലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത്. ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഉണങ്ങിയ മരത്തിന്റെ കൊമ്പിലാണ് അവർ കയറിയിരിക്കുന്നത്. മുതലയിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്നാണ് അവർ ആ കൊമ്പിൽ കയറിയിരിക്കുന്നത്. പ്രശാന്ത്, എന്തിനാണ് അവർ ആ ദ്വീപിൽ പോയത്? അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണോ എന്ന് തുടങ്ങിയ വിവരങ്ങൾ കൂടി കാഴ്ചക്കാർക്കായി പങ്കുവെക്കാൻ കഴിയുമോ? സുജി, ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ അനുവാദം കൂടാതെ സാധാരണക്കാർ നമ്മുടെ കിരൺ ടിവിയിൽ നമ്മുടെ കിരൺ ഇടയ്ക്കിടയ്ക്ക് പ്രവേശിക്കാറുണ്ടെന്ന് ഫോറസ്റ്റുകാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ ഇവിടെ പ്രവേശിക്കുകയും ഫോറസ്റ്റിന്റെ ചങ്ങാടമെടുത്ത് ആ ദ്വീപിൽ ചെല്ലുകയും ചെയ്ത അവർ കമിതാക്കളാണോ എന്ന സംശയത്തിലാണ്. സാർ, നമ്മുടെ കിരൺ. പ്രശാന്ത്, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയോ? ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? സുജി, രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് SI വിശ്വംഭരനാണ്. സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ വരാത്തപ്പോഴേ തോന്നി ഇങ്ങനെ വല്ല സർവീസും കാണുമെന്ന്. ഇതിനായിരുന്നല്ലേ നീ രാവിലെ വയറുവേദന പറഞ്ഞ് ചാടിയത്? ആരടി തടിയൻ? അതവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നേ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഈ തടിയനെ കിട്ടിയുള്ളൂ. നീ പോടാ. അതിനത്ര ലൈക്ക് ഉണ്ട്. അതെനിക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. എനിക്കും കൂടി.